ഈ ഒരു സഭയിൽ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികളാണ് നമ്മുടെ കൂടെ. സ്വാമിജി ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒട്ടും സ്വാഗതം ചെയ്യേണ്ട ആളുമല്ല, കാരണം എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ആശ്രമത്തോട് ചേർന്ന് പരസ്പരം ഒന്നായി പ്രവർത്തിക്കുകയാണ് ദീർഘകാലമായിട്ട്. മുമ്പ് കോഴിക്കോട് ചിന്മയ മിഷൻ ആയിരുന്ന സമയത്തും പിന്നീട് സമ്പോധ് ഫൗണ്ടേഷൻ്റെ കേരളത്തിലെ ആചാര്യനായി മൊത്തം കാര്യങ്ങൾ നോക്കി പ്രവർത്തിക്കുന്ന ഈ സന്ദർഭത്തിലൊക്കെ ഒരേ നിലയിൽ ആശ്രമത്തിൻ്റെ എല്ലാ കാര്യപരിപാടികളിലും സംബന്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. പിന്നെ സ്വാമിജിയെ സാമാന്യമായിട്ട് ധാർമ്മിക മേഖലയിലുള്ള എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് പരിചയപ്പെടുത്തുകയും വേണ്ട. നല്ലപോലെ ഈ സന്ദർഭം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ, നല്ലപോലെ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം പറയുന്നു. സന്തോഷം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. ഭഗവത്ഗീത 5-ാം അധ്യായമാണ് ഈ ശിബിരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ സവിശേഷതകൾ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടാവണം. 5-ാം അധ്യായം കർമ്മ സന്യാസത്തെ സംബന്ധിച്ച സവിസ്തര പ്രതിപാദനമാണ് നടത്തുന്നത്. കർമ്മസന്യാസം എന്നത് വളരെ ആകർഷകമായ ഒരു പ്രയോഗമാണ്. അതിനടിസ്ഥാന കാരണം നമുക്കെല്ലാവർക്കും അടിസ്ഥാനപരമായി മടിയുണ്ട് എന്നുള്ളതാണ്. ചെയ്യാൻ വയ്യ. അതുകൊണ്ട് സന്യസിച്ചോളൂ, ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു കിട്ടുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്.
എന്നാൽ വാസ്തവത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യത്തെ 3-ാം അധ്യായത്തിൽ പരിഗണിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് എന്നാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ വെറുതെ ഇരിക്കാനുള്ള കൊതി നടക്കില്ല എന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ചില വിദ്വാൻമാര് നടക്കും, ഞാൻ കാണിച്ചു തരാം എന്ന് വെറുതെ ഇരുന്ന് കാണിക്കുന്നത്. അവരെക്കുറിച്ച് ഭഗവാൻ കുറച്ച് കർക്കശ ഭാഷ ഉപയോഗിച്ചാണ് ആക്ഷേപിക്കുന്നത്. മിഥ്യാചാരസ ഉച്യതേ. അവരൊന്നും ചെയ്യുന്നില്ല എന്ന് ആചരിക്കുന്നത് സദാചാരമല്ല, അത് മിഥ്യാചാരമാണ്. എന്താ കാരണം? ഒരാൾക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അവർ വെറുതെ ഇരിക്കണ്ടല്ലോ. ഭഗവാൻ അവരുടെ ഈ ചുമ്മാ ഇരിപ്പിനെ, വെറുതെ ഇരിക്കലിനെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരിക. ഈ ഇരുത്തൊക്കെ കയ്യും കാലും അടക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളൂ. മനസാ സ്മരൻ, മനസ്സുകൊണ്ട് അവർ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യലല്ലേ ചോദിക്കുക. അപ്പൊ കായേന വാച മനസ, ഈ ത്രികരണത്തെ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ കരണങ്ങൾ മൂന്നും നിശ്ചേഷ്ടമാക്കി വെക്കാൻ സാധിക്കുമോ? ഇല്ലെന്നുത്തരം. അതുകൊണ്ട് നിഷ്ക്രിയനായിരിക്കുന്ന ഒരാള് നൈഷ്കർമ്മിയാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഉപരിപ്ലവമായ ശരീരതലത്തിൽ മാത്രമേ കുറച്ച് നേരത്തേക്ക് പ്രസക്തമാവുള്ളൂ. വാക്കുകൊണ്ടും അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ലെന്ന് വന്നേക്കാം. പക്ഷെ മനസ്സുകൊണ്ട് വിഷയസ്മൃതിയെ ചെയ്യുന്നു, സ്മരണയെ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് നൈഷ്കർമ്മിയല്ല, നിശ്ചേഷ്ടനാണ് എന്ന് തന്നെയുള്ളൂ. ഇവിടെ വെറുതെ ഇരിക്കാനുള്ള കൊതി വിചാരം ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് വിചാരം ചെയ്യപ്പെടണം? ഉപദേശങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്, മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ളതല്ല. ഒരു ഉപദേശം നമുക്കെങ്ങനെ പ്രയോജനപ്പെടുമെന്നാണെങ്കിൽ ആ ഉപദേശം ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ലക്ഷ്യമാവണം. നമ്മുടെ ലക്ഷ്യം തിരിച്ചറിയാനുള്ള ഉപായം പ്രചോദനങ്ങളെയും പ്രവണതകളെയും പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രചോദനങ്ങളെയും പ്രവണതകളെയും ഒക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിക്കുന്ന അന്വേഷണത്തിൽ അവലംബിക്കാവുന്ന മുഖ്യമായ കാര്യം. വേറെയും അന്വേഷണ രീതികളാവാം. ഇവിടെ പരിഗണിക്കുന്നത് എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടം, ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ കൗസല്യ സുപ്രജ രാമ പൂർവം സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ എന്ന് വിശ്വാമിത്രൻ രാമനെ നല്ല ഭാഷയിൽ
വിളിച്ചുണർത്തിയതുപോലെ ഭാഷയൊന്നും അത്ര നന്നാവാറില്ല. പക്ഷേ ഉത്തിഷ്ഠ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ചുറ്റുപാടും പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി ചെയ്യാൻ പ്രലോഭനങ്ങൾ പലതും ഉണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ വീട്ടിൽ നാമജപം നിർബന്ധമായിരുന്നു, നാമം ജപിച്ചിട്ടില്ലെങ്കിൽ അത്താഴം തരില്ല, രാത്രി ഭക്ഷണം നിഷേധിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ള ചില പ്രലോഭനങ്ങളും ഉണ്ട് ചെയ്താൽ. എന്നിട്ടും എന്തേ ചെയ്യാതിരിക്കലിനോട് നമുക്ക് ഇത്ര പ്രണയം? ഈ ചോദ്യത്തെ നമുക്ക് നേരം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് വിചാരം ചെയ്യാൻ സാധിക്കട്ടെ, മനനം ചെയ്യാൻ സാധിക്കട്ടെ. കാരണം അത് വളരെ ഉപകാരപ്പെടും. എന്താ ചോദ്യം? ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കുക എന്നത് മറ്റുള്ളവർ ഒന്നാമത് സമ്മതിക്കില്ല. പ്രലോഭനങ്ങൾ പലതും ഉണ്ട്. ചെറിയൊരു ഉദാഹരണം മാത്രമാണ് സന്ധ്യാനാമ ജപത്തിൻ്റെ കാര്യം പറഞ്ഞത്. വേറെ എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ട്. എന്നിട്ടും എന്തേ ഒന്നും ചെയ്യാതിരിക്കാൻ ഇഷ്ടം തോന്നുന്നു? അത് നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഇഷ്ടമാവുന്നു എന്നാണെങ്കിൽ, ഒന്നും ചെയ്യാതിരിക്കലാണ് നമ്മുടെ സ്വരൂപം, നൈഷ്കർമ്മ്യ സ്വരൂപം. ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്? നൈഷ്കർമ്മ്യമാണ്. അപ്പം ഞാൻ അതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് വലിയ ഇഷ്ടം തോന്നുന്നത്. വേറൊരു കാരണം ഇതിൻ്റെ മറുവശത്തും ചൂണ്ടിക്കാണിക്കാം. അതെന്താ? അത് നമ്മുടെ താതാത്മ്യങ്ങളിൽ ഏറ്റവും തീവ്രതയുള്ള താതാത്മ്യം ശരീരവുമായിട്ടാണ്. തീവ്രത ശബ്ദം ഉപയോഗിച്ച് രണ്ട് പ്രകാരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, വളരെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയെ മറ്റുള്ളവരോട് സംവദിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തെയാണ്. രണ്ട്, ശരീരം വളരെ സോളിഡാണ്. ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളവും മനസ്സിനെ പരിഗണിക്കുമ്പോഴും അതൊക്കെ വളരെ സൂക്ഷ്മമാണ്. ഇപ്പൊ തീവ്ര താതാത്മ്യം, ഐഡന്റിഫിക്കേഷൻ, അത് ശരീര സംബന്ധിയാണ്. അതിൻ്റെ പ്രകൃതവും ശരീരാദികളുടെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തിൽ ആചാര്യന്മാർ ഉപദേശിച്ചു തരുന്നു. പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ് സ്ഥൂല ശരീര നിർമ്മിതി സാധ്യമാക്കിയത്. ആ പഞ്ചീകരണത്തിലാകട്ടെ പങ്കെടുക്കുന്നത് തമസ്സാണ്. സത്വവും രജസ്സുമൊക്കെ മറ്റ് ഘടകങ്ങളുടെ നിർമ്മിതിക്കാണ് ഉപയുക്തമാവുന്നത്. ശരീരനിർമ്മിതിയുടെ കാര്യത്തിൽ പഞ്ചീകരണത്തിൽ ഏർപ്പെടുന്നത് പഞ്ചഭൂതത്തിൻ്റെയും താമസികാംശമാണ്. പിന്നെ ഈ ശരീരം ഞാനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ശരീരം നമ്മളോട് എന്താ പറയുക? ശുദ്ധ തമസായതുകൊണ്ടേ ഓടുന്ന നമ്മളോട് പറയും നടന്നാ പോരേ. നടക്കുമ്പോൾ ശരീരം നമ്മളോട് എന്താ പറയുക? ഒന്ന് നിന്നൂടെ. നിൽക്കുമ്പോൾ ശരീരം എന്ത് പറയും? ഒരിടത്ത് ഇരുന്നൂടെ. ഇരിക്കുമ്പോൾ ശരീരം നമ്മളോട് എന്ത് പറയും? ഒന്ന് ചാരി ഇരുന്നൂടെ, അല്ലെങ്കിൽ ഒന്ന് കിടന്നൂടെ.
ഈ ഭാഷ കേൾക്കാറുണ്ടോ? ഭാഷയും കേൾക്കുന്നില്ലെങ്കിൽ ശരി, ഈ ഭാഷ കേൾക്കണ്ടെന്ന് പറയും. എന്നിട്ട് ശരീരം എന്ത് പറയും? എന്നാ പിന്നെ ഉറങ്ങാം. അപ്പൊ ഒരു വശത്ത് നൈഷ്കർമ്മ്യ സ്വരൂപിയായിട്ടുള്ള ആത്മാവ്, മറുവശത്ത് ശുദ്ധ തമസിന്റെ ശരീരവും. രണ്ടും നമ്മളോട് എന്താ പറയുന്നത്? ഒന്നും ചെയ്യണ്ട. ഇപ്പൊ മടിയുടെ കാര്യം പിടികിട്ടിയോ? എന്നിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ 3-ാം അധ്യായത്തില് 8-ാം ശ്ലോകത്തിൽ പറഞ്ഞത്, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. കേട്ടില്ലേ? ശരീരയാത്രാപിച്ചതേന പ്രസിദ്ധിയേത കർമ്മണ. ശരീരത്തിന്റെ നിവൃത്തി പോലും ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ചെയ്യൂ. ഒരു വശത്ത് രണ്ട് കാരണങ്ങളെ കൊണ്ട് പ്രബലമായ ചെയ്യാതിരിക്കാനുള്ള പ്രചോദനവും, മറുവശത്ത് പല ഗതികേടുകളും കൊണ്ട് ചെയ്യാനുള്ള ആഹ്വാനവും. എന്തൊരു ടഗ് ഓഫ് വാറാണേ! വലിയ യുദ്ധം തന്നെയാണ്. അതേ, എന്താ ഇങ്ങനെ ഇരിക്കണത്? പോയി പല്ല് തേക്കണ്ടേ? അപ്പൊ അവിടുന്ന് എണീക്കുക എന്ന് പറയുന്ന ഒരു ടഗ് ഓഫ് വാർ. എന്നിട്ട് ആ ബ്രഷും വായിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ മടിയാ. എന്നിട്ട് ഇത്രയും സൂചിപ്പിച്ചത് ഈ അധ്യായത്തിൻ്റെ ഒരു സൗകുമാര്യത. കാരണം ഈ അധ്യായം നമ്മളോട് എന്തായിരിക്കും പറയുക? കർമ്മസന്യാസത്തെ കുറിച്ച് പറയും. അതേതായാലും അത്ര എളുപ്പമാവില്ല എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. കാരണം നൈഷ്കർമ്മ്യ ആത്മസ്വരൂപമായതുകൊണ്ടാണ് ചെയ്യാതിരിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ മടി. പക്ഷെ അതങ്ങട് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ നിഷ്ഠ സുഗമമല്ല. മറുവശത്ത് ചെയ്യാനുള്ള ആഹ്വാനമാകട്ടെ വളരെ വളരെ പ്രബലമാണ്. ഇല്ലെങ്കിൽ പലതും നിഷേധിക്കപ്പെടും. നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് കർമ്മസന്യാസ യോഗം പ്രത്യക്ഷത്തിൽ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ കർമ്മം സന്യസിക്കൂ എന്ന് പറഞ്ഞാൽ മതിയാവുമായിരുന്നല്ലോ. അതുകൊണ്ട് ഭഗവാൻ വളരെ വിസ്തരിച്ച് ഉപദേശിക്കുന്നു. ഈ ഉപദേശത്തിൽ മുഖ്യമായ ഒരു പാഠം ശരീരാത്മബുദ്ധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ തീരൂ. കർമ്മസന്യാസം ആർക്ക് സ്വാഭാവികമായിരിക്കും? നൈഷ്കർമ്മ്യാത്മനിഷ്ഠ നേടിയ ആൾക്ക് സ്വാഭാവികമായിരിക്കും. ഈ നൈഷ്കർമ്മ്യാത്മനിഷ്ഠ ഇപ്പൊ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നും ചെയ്യാതിരിക്കാനുള്ള ആവേശത്തെ ആദർശാധിഷ്ഠിതമായി സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാവുമ്പോൾ സിദ്ധന് സ്വാഭാവികമാണ്. സിദ്ധൻ നൈഷ്കർമ്മ്യ ആത്മസ്വരൂപ നിഷ്ഠ നേടി ആസ്വദിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സമദർശനമാണ്. ശംഭുജി സ്വാമിജി അത് വ്യക്തമാക്കി തന്നു. സമദർശനം. ഇനി സാധകരായോ എന്നാണ് ചോദ്യം.
സാധകരാരാണ്? ബന്ധനമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ. അതൊരു ഗംഭീര വിവേകമാണ്. ചിലർ അതുപോലും മനസ്സിലാക്കുന്നില്ല. ബന്ധനമുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ, മോക്ഷം വേണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവർ, അത് സാധിക്കുമെന്ന് ഉറപ്പ് കിട്ടിയവർ, അതിനുവേണ്ടി എന്ത് ത്യാഗവും, അങ്ങനല്ലേ പറയുക, ചെയ്യാൻ തയ്യാറാവുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരാണ് സാധകർ. അവർക്ക് വിവേകം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. വിവേകം ഉണർന്നു തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവര് ഹൃദയം കൊണ്ട് മാത്രമല്ല ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. അത് പ്രധാനമാണ്. ഇപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ആരംഭിച്ച, മോക്ഷം ലക്ഷ്യമാക്കിയിട്ടുള്ള, അത് സാധിക്കുമെന്ന് ഉത്തമ ബോധ്യം വന്നിട്ടുള്ള വ്യക്തികൾ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് അതൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു സാധകരായി. സാധകരെ സംബന്ധിച്ചിടത്തോളം നൈഷ്കർമ്മ്യ ആത്മനിഷ്ഠ അത് സാക്ഷാത്കരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന് സിദ്ധന്റെ ലക്ഷണം വിശേഷമായി പറഞ്ഞുകൊണ്ടും പ്രശ്നത്തെ വിശദമായി വിശകലനം ചെയ്ത് പരിഹാരം ഉപദേശിച്ചുകൊണ്ടും 5-ാം അധ്യായം നമ്മെ സഹായിക്കും. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒരു പ്രത്യേകത ഏത് അധ്യായവും പൂർണ്ണമാണ് എന്നുള്ളതാണ്. 2-ാം അധ്യായം എടുത്താലും ശരി, 3-ാം അധ്യായം എടുത്താലും ശരി, 4-ാം അധ്യായം എടുത്താലും ശരി, പൂർണ്ണമാണ്. എന്നാൽ അവിടെ സൂചിപ്പിച്ചിട്ടുള്ള, അതാത് അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള ചില വസ്തുതകളെ വിസ്തരിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ മറ്റധ്യായങ്ങൾ പ്രയോജനപ്പെടും. ഇതുപോലെയുള്ള ഒരു സംബന്ധം അധ്യായങ്ങൾക്ക് തമ്മിലും ഉണ്ട്. അത് വളരെ രസകരമായ ഒരു വസ്തുതയാണ്. 4-ാം അധ്യായത്തോടെ ഭഗവാന് സാറ്റിസ്ഫാക്ഷൻ വന്നു എന്നാണ്. 4-ാം അധ്യായം തുടങ്ങിയതോടെ, 3-ാം അധ്യായം കഴിഞ്ഞതോടുകൂടി ഭഗവാന് സാറ്റിസ്ഫാക്ഷൻ ആയി. 2-ഉം 3-ഉം അധ്യായങ്ങളിലായിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. പക്ഷെ അവിടെ ഒരു ഇഷ്യൂ ഉയർന്നു വന്നു. എന്താ ഭഗവാൻ പറഞ്ഞത്? സമഗ്രമായി ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന ഈ യോഗവിദ്യയെ ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തതാണ്. പിന്നെ അതിങ്ങനെ പരമ്പരയായിട്ട് വരികയായിരുന്നു. ഏതായാലും ഞാൻ നിന്നോടുള്ള പ്രിയത കൊണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്നോടുള്ള ഭക്തിയും സഖിത്വവും ഒക്കെ പരിഗണിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. ഇനി യുദ്ധത്തിലേക്ക് കടക്കാം എന്ന് ഭഗവാൻ എബൌട്ട് ടു സ്റ്റോപ്പ് എന്ന് പറയില്ലേ, അവസാനിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അർജുനൻ, ശങ്കരാചാര്യ പറയുന്നത്, ഭഗവാനെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് എന്ന് വിചാരിച്ചിട്ട് അർജുനൻ ചോദിച്ചു എന്നാണ്. മറ്റുള്ളവർ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് എന്ന് വിചാരിച്ചു കളയും. അതുകൊണ്ടൊരു ചോദ്യം ഉന്നയിച്ചു. എന്താ ചോദ്യം? ഭഗവാനെ, ഇത് എന്തൊരു തള്ളാം, ഞാൻ പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തു, ഇപ്പൊ നിനക്ക് അങ്ങ് ദേവകി പുത്രനായി പിറന്ന കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നീട് നന്ദഗോപരുടെ പുത്രനായിട്ടാണ് അറിയപ്പെട്ടത്, ഇതൊക്കെ അറിയാം. സമപ്രായക്കാരല്ലേ ഭഗവാനെ, ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ പണ്ട് സൂര്യനെ ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ. ഭഗവാൻ വീണ്ടും ഒരു ആശയത്തെ പങ്കുവെക്കാൻ സ്കോപ്പ് കണ്ടെത്തി. അതങ്ങോട്ട് വിസ്തരിച്ചതാണ്. പിന്നെ 18-ലെത്തിയിട്ടേ നിന്നിട്ടുള്ളൂ. ഇപ്പം ഈ നാഷണൽ ഹൈവേയുടെ ഒരു ഇതില്ലേ, നമുക്ക് അവിടെ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ഒരു ട്രാക്ക് എന്താ?
സബ്വേ എക്സിറ്റ് കിട്ടണമെങ്കിൽ ഇനി കുറേ പോകണമെന്ന് പറയും. ഇതുപോലെ 4 തുടങ്ങിയതാണ്, പിന്നെ 18 എത്തിയിട്ടേ നിന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അർജുനൻ ഓഫ് കോഴ്സ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയും, ലക്കിലി. അപ്പം 5-ാം അധ്യായം അതിൽ തന്നെ കംപ്ലീറ്റ് ആണ്. അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇവിടെ സിദ്ധലക്ഷണങ്ങൾ പറയുന്നത് തൊട്ടു മുമ്പ് ശംഭുജ സ്വാമിജി വിശദീകരിച്ചു. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസിനി ശുനി ചൈവ ശോഭാക്കേ ച പണ്ഡിത സമദർശിന. ഇത്തരത്തിലുള്ള ജ്ഞാനനിഷ്ഠന്മാരുടെ, ജ്ഞാനികളുടെ ലക്ഷണ പരാമർശങ്ങളെ എങ്ങനെ ഉപയോഗിച്ചോളണം എന്ന് ഭഗവത് പാദര് മാർഗദർശനം നൽകിയിട്ടുണ്ട്. എവിടെ എവിടെ സിദ്ധലക്ഷണങ്ങൾ പ്രതിപാദിച്ചത് കണ്ടാലും സാധകരത് സാധനയാക്കിക്കൊള്ളണം എന്ന് പൊതു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അധ്യായത്തിൽ പ്രതിബന്ധങ്ങളെ പുരസ്കരിച്ച് അവയെ തരണം ചെയ്യാനുള്ള പരിഹാര മാർഗനിർദ്ദേശങ്ങളും നടത്തുന്നുണ്ട്. എന്താ അത്ര വലിയ തടസ്സം? ഏത് വിഷയത്തിലുള്ള തടസ്സം? ഞാൻ നൈഷ്കർമ്മ്യാത്മസ്വരൂപിയാണ് എന്ന നിലയിൽ ചിന്തിച്ചുറയ്ക്കുന്നതിന് എന്താ തടസ്സം? ഈ ചോദ്യം ഉന്നയിച്ച് അതിന് മറുപടി പറയുന്നു. ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഉന്നയിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ആത്മസ്വരൂപി എന്നുള്ള നിലയിൽ കർത്തവ്യങ്ങൾ ഒന്നാമതായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കർമ്മത്തിലും ഏർപ്പെടില്ല. കർമ്മം ചെയ്യുന്നവനാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് കർത്തൃത്വ ബുദ്ധി എന്ന് പറയുക. കർത്തൃത്വ ബുദ്ധിയൊന്നുമില്ല. ഭോക്തൃത്വ ബുദ്ധിയുടെ കാര്യം ചോദിക്കാനുമില്ല. ഇതാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടിയിരുന്നത്. അതല്ല ഇപ്പോൾ ഉള്ളത്. അതിനെന്താ കാരണം? തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ആ കാരണം പറഞ്ഞു തരുന്നുണ്ട്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു എന്നിങ്ങനെ കർത്തൃത്വ നിരാകരണത്തെയും ഭോക്തൃത്വ നിരാകരണത്തെയും ഒക്കെ ഇതൊക്കെ നമ്മൾ കയ്യിൽ നിന്നിടുന്നതാണ്. തോന്നിയ വാസം താന്തോന്നിത്തരം എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും എന്ന് ഭഗവാൻ വ്യക്തമാക്കി തരുന്നുണ്ട്. അജ്ഞാനേന ആമൃതം ജ്ഞാനം തേന മുഹ്യന്തി. ഇതൊക്കെ നമ്മുടെ ഒരു മോഹമാണ്, ഡെലൂഷനാണ്. അജ്ഞാനം കൊണ്ട് അറിവ് മൂടിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് വന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അതിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ പ്രയാസമാവുന്നത് ഇതിൻ്റെ ആ ഒരു ജാലം, മായയുടെ ജാലം, മായ ഒരുക്കിയ ഈ ഒരു വലയില്ലേ, അത് വളരെ പ്രബലമാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അത് എളുപ്പത്തിൽ അങ്ങ് നിരാകരിക്കാൻ പറ്റില്ല. ഈ വിഷയത്തിൽ എലികളൊക്കെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ മുറിച്ച് അങ്ങനെ ശരിപ്പെടുത്തി എടുക്കുമല്ലോ. ഇതുപോലെ ഈ മായാവലയുടെ ഛേദന വിഷയത്തിൽ കൊച്ചു വസ്തുതകളെ പരിഗണിച്ച് നമ്മെ സഹായിക്കുന്നു. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകമാണ് 22-ാമത്തെ ശ്ലോകം. 22-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഈ പ്രഭാഷണ സമയത്ത് പരിഗണനയ്ക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. യേഹി സംസ്പർശജാ ഭോഗാഃ ദുഃഖയോനയ ഏവതേ ആദ്യന്തവന്തഃ കൗന്തേയ ന തേഷു രമതേ ബുധഃ ബുധഃ തേഷു ന രമതേ. ബുദ്ധിമാന്മാർ, വിവേകികൾ ഇതിൽ രമിക്കില്ല. ഏതിൽ രമിക്കില്ല?
സംസ്പർശജ ഭോഗങ്ങളിൽ രമിക്കില്ല. സംസ്പർശജ ഭോഗം എന്ന് പറഞ്ഞാൽ സംസ്പർശജന്യമായ ഭോഗം. സംസ്പർശം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ, വിഷയലോകത്തെ സംസ്പർശം എന്ന് പറയും. ഇപ്പൊ വിഷയലോക ലഭ്യമായ ഭോഗത്തിൽ ബുദ്ധിമാന്മാർ രമിക്കില്ല. അതെന്താ കാരണം? അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇല്ലേ? ഉണ്ടേ. ബുദ്ധി ഇങ്ങനെ കൂടിക്കൂടിയിട്ടേ ബുദ്ധിരാക്ഷസന്മാരായിട്ട്. ഇത് വളരെ വിചിത്രമായ പ്രസ്താവനയാണ്. സംപൂജ്യ ഗുരുദേവ ചിന്മയാനന്ദ സ്വാമിജി പറയും, സാക്ഷരൻ രാക്ഷസീയതയെ അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്ഷരബോധമുള്ളവൻ, അക്ഷരാഭ്യാസമുള്ളവൻ ഒരിക്കലും രാക്ഷസനാവില്ല. അപ്പൊ ഈ പ്രസ്താവന വിചിത്രമല്ലേ? ബുദ്ധി രാക്ഷസൻ. ബുദ്ധിയുള്ളവര്, വിവരമുള്ളവരെങ്ങനെ രാക്ഷസന്മാരാവും ചോദിക്കുക. അപ്പൊ ഈ കാര്യം അറിയാൻ വേണ്ടി സ്വാമി അന്വേഷിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത്? ഇപ്പൊ കിട്ടിയ ഉത്തരം അതിനേക്കാൾ കേമം. ബുദ്ധിയെ രാക്ഷസീയമായിട്ട് ഉപയോഗിക്കണമുണ്ട് അത്രേ. ബുദ്ധി അപ്പൊ നമുക്കൊക്കെ ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിഷയമാണ്. എങ്ങനെ ഉപയോഗിക്കുന്നു? രാക്ഷസീയമായിട്ട് ഉപയോഗിക്കുന്നുവോ, ആസുരീയമായി ഉപയോഗിക്കുന്നുവോ, അഥവാ സമദർശന സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവോ? അപ്പൊ ബുദ്ധിമാന്മാർ സാക്ഷാത്കരിച്ച കാര്യം എന്താണ്? ബുദ്ധിമാന്മാർ സമത്തെ കാണാൻ വേണ്ടി ഈ ബുദ്ധിശേഷിയെ സദ്ഗുരു പ്രസാദത്താൽ, ശാസ്ത്ര അനുഗ്രഹത്താൽ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ബുദ്ധിമാന്മാർ ന തേഷു രമത്തെ, അവയിൽ ബുദ്ധിമാൻ രമിക്കുന്നില്ല. എവയില്? സംസ്പർശജ ഭോഗത്തിൽ. എന്താ കാരണം? ഏഹി സംസ്പർശജ ഭോഗാഹ, യാവ ചില സംസ്പർശജ ഭോഗങ്ങളുണ്ടോ, ദുഃഖയോനയഃ ഏവ തേ, അവ നിശ്ചയമായും ദുഃഖയോനികൾ തന്നെയാകുന്നു. ദുഃഖയോനയ ഏവ തേ, തേ ദുഃഖയോനയ, അവ ദുഃഖയോനികളാണ്. യോനി ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉറവിടം, കാരണം, ദുഃഖത്തിന് കാരണമാവും. സുഖമാണല്ലോ കിട്ടുന്നത് എന്നാണെങ്കിലോ, എന്തടിസ്ഥാനത്തിലാണ് സുഖമെന്ന് നിങ്ങൾ പറയുന്നത്? വിഷയം സുഖപ്രദായകമാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ അവരുടെ പൂർവാനുഭവങ്ങളെ വിലയിരുത്തിയിട്ടില്ല, ശാസ്ത്ര സൂചനകളെ മനനം ചെയ്തിട്ടില്ല, ആചാര്യ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല. ഇതൊക്കെയാണ് കാരണം. ശാസ്ത്ര സൂചനകൾ ശ്രദ്ധിച്ചാൽ, ആചാര്യ ഉപദേശങ്ങൾ പരിഗണിച്ചാൽ, സ്വന്തം അനുഭവങ്ങളെ വിശകലനം ചെയ്താലും, അനുഭവങ്ങൾ അധ്യാപകരാണെന്നൊക്കെ പറയില്ലേ, അനുഭവങ്ങളൊക്കെ പാഠങ്ങൾ പകർന്നു തരാൻ സമർത്ഥങ്ങളാകുന്നു. ഏറ്റവും മുഖ്യമായ പാഠം എല്ലാ അനുഭവങ്ങളും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. പാഠം പഠിഞ്ഞോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എല്ലാ അനുഭവങ്ങളും ഏകസ്വരത്തിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠം വൈരാഗ്യത്തിൻ്റെ പാഠം.
അപ്പൊ അനുഭവങ്ങളെ വിശകലനം ചെയ്താൽ വൈരാഗ്യം വളർന്നു വരും. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാല്? വിശേഷമായ രാഗം. നേരത്തെ പൂജ്യ സ്വാമിജി സൂചിപ്പിച്ചില്ലേ? ഡിറ്റാച്ച്മെന്റ് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അറ്റാച്ച്മെന്റ്. അനുഭവങ്ങൾ ഈ വൈരാഗ്യ പാഠം പകർന്നു തരുന്നുണ്ട്. എന്താ വൈരാഗ്യത്തിന്റെ പ്രകൃതം? പുലർത്തുന്ന ആസക്തി അസ്ഥാനത്താണ്. ചെയ്തിട്ടുള്ള ആശ്രയത്വഭാവം, പുലർത്തുന്ന ആശ്രയത്വഭാവം ശരിയല്ല. ആശ്രയിക്കത്തക്കതിനെ അല്ല നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ പലതിനെ ആശ്രയിക്കുന്നു, അത് പക്ഷേ ഉറപ്പുള്ള ഒന്നല്ല. പിന്നെയോ യാതൊന്നിനോട് ആസക്തി പുലർത്തിയോ അത് ശരിയല്ല കേട്ടോ. ഇതാണ് അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. ആളുകൾ ഈ പാഠം പറയാറുണ്ട്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടുന്ന, അതുകൊണ്ട് ഉണർന്നു വരേണ്ടുന്ന ഒരു വൈരാഗ്യം ഉള്ളിൽ ഉണരുന്നില്ല. കുട്ടികൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു, എന്നിട്ട് ഈ അവസാന കാലത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അനുഭവം എന്താ പഠിപ്പിച്ചത്? ദേ അവരുടെ പിറകെ പോയിട്ട് ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല കേട്ടോ, ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ, പക്ഷേ എന്ന് പറഞ്ഞു തന്നുണ്ട്. അപ്പൊ ഇത് പറയുകയും ചെയ്യും. എത്രയോ പേര് അവരുടെ അനുഭവ ബോധ്യങ്ങളെ പറയാറുണ്ട്, പക്ഷെ അതൊരു വൈരാഗ്യ അനുഗ്രഹമായി സ്വീകരിക്കുന്നില്ല. ഇത് വളരെ വിചിത്രമല്ലേ? അതുകൊണ്ട് എന്ത് വേണം? ബുദ്ധിമാന്മാർ എന്തുകൊണ്ട് രമിക്കുന്നില്ല എന്ന് അന്വേഷിച്ചോളണം. സംസ്പർശജ ഭോഗങ്ങളിൽ ബുദ്ധിമാന്മാർ രമിക്കാതിരിക്കുന്നത് ദുഃഖയോനയ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പം ആ ഒരു ബുദ്ധിമത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തു വേണം? അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. അനുഭവത്തോട് ചോദ്യം ചോദിക്കണം. ഏതൊരു പാഠമാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? ചോദ്യം ചോദിക്കും. കോവിഡ് പഠിപ്പിച്ച പാഠങ്ങൾ എന്നൊക്കെ പറയില്ലേ? പഠിഞ്ഞോ എന്നാണ് ചോദ്യം. എല്ലാ അനുഭവങ്ങളും ഇതുപോലെ പാഠം പഠിപ്പിക്കുന്നു, അത് പഠിക്കണം. 2, സത്സംഗങ്ങളിലൂടെ ശാസ്ത്രാനുഗ്രഹവും ആചാര്യ അനുഗ്രഹവും നേടിയെടുക്കണം. ഇത്രയും സാധിച്ചാൽ നമ്മളും അനുഗ്രഹീതരാവും. എങ്ങനെ അനുഗ്രഹീതരാവും? ഏഹി സംസ്പർശജ ഭോഗാഹ ദുഃഖയോനയ ഏവത്തെ. അതുകൊണ്ട് ഞാൻ അതിൽ രമിക്കില്ല. ഒരാൾ രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർക്ക് വിലയിരുത്താൻ പറ്റില്ല. കേട്ടില്ലേ? ഒരാൾ രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർക്ക് വിലയിരുത്താൻ പറ്റില്ല. എന്താ രമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? അനുഭവിക്കുന്ന സമയത്ത് സുഖമുണ്ട് 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 എന്ന് തോന്നുക. ചിത്രഗുപ്തനാണെങ്കിലോ ബോണസ് കിട്ടിയതുപോലെയാ. അല്ലെങ്കിൽ ചിത്രഗുപ്തൻ ജോലി ഉണ്ടാവില്ലേ? ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കും. ഗുപ്തമായിട്ട് ചിത്രം വരയ്ക്കുന്ന ആൾ ചിത്രഗുപ്തൻ. ആ ഒരു സിസ്റ്റത്തിനിട്ട പേരാണ്. ഏത് അനുഭവങ്ങളിൽ നമ്മൾ അഭിരമിക്കുമ്പോഴും ചിത്രഗുപ്തൻ മിനിറ്റ്സ് തയ്യാറാക്കുന്നുണ്ട്. നമുക്കാകെ മീറ്റിങ്ങുകളിലാണ് മിനിറ്റ്സ് പരിചയം. പക്ഷെ ചിത്രഗുപ്തനാണെങ്കിലോ തുടർച്ചയായി മിനിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വഴി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
ദുഃഖയോനയ ഏവത്തെ. ഇത് ദുഃഖയോനികളാണ് എന്ന് അവരറിയുന്നു, നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താ അറിയുന്നത്? സുഖയോനയ. പാൽപായസം സുഖയോനിയാണ്, സുഖം പ്രദാനം ചെയ്യാൻ സാമർഥ്യമുള്ളതാവുന്നു. അവര് ദുഃഖോപാധികൾ എന്ന് കരുതുന്നതിനെ നാം സുഖോപാധികളായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയെ അതിക്രമിക്കണം. ഒരു വിഷയവും എക്കാലവും ഒരുപോലെ തുടരില്ല. എല്ലാ വിഷയങ്ങൾക്കും പരിണാമം ഉണ്ട്. ഈ വസ്തുത നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും നാം സൗകര്യപൂർവം മറക്കുന്നു. ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ടഗ് ഓഫ് വാർ. വീണ്ടും കുട്ടികളെ താലോലിക്കുക എന്നുള്ളത് വലിയ ഒരു നിർവൃതിയുടെ വിഷയമാണ്. ആ കുട്ടികൾ വളരുന്നില്ലെന്ന് വന്നാൽ അമ്മമാർക്ക് ആശങ്കയാവും. വളർന്നാൽ ഈ താലോലിക്കൽ നിർവൃതി നഷ്ടമാവുന്നു എന്നുള്ള കഷ്ടമുണ്ട്. ശരിയല്ലേ? ഇപ്പൊ കൊച്ചുകുട്ടികളെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ എന്താ പറയുക, എന്തൊരു ഓമനത്തോടെ, എന്തൊരു രസമാണ്, എന്തൊരു അതിൻ്റെ കൊഞ്ചലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ഇപ്പൊ ഞങ്ങളൊരു പുരി യാത്ര കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. വെക്കേഷൻ കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിറയെ കുട്ടികൾ, ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു നിറയെ കുട്ടികൾ. വരുന്നവരൊക്കെ നല്ല കൗതുകം. അവരൊക്കെ പക്ഷെ പരിണമിക്കും. പരിണമിച്ചില്ല അച്ഛാ, അത് ബുദ്ധിമുട്ടായി. പരിണമിക്കുന്നതോ പണ്ടൊക്കെ എത്ര രസമായിരുന്നു. ഇപ്പാണെങ്കിലോ പിടിവാശിയും ദ്രോഹവും. എല്ലാ വിഷയങ്ങൾക്കും പരിണാമമുണ്ട് എന്നുള്ളത്, പരിണമിച്ച് നാളെ നന്നായി വരും എന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലും അത് ആ നിലയിൽ എന്നും തുടരില്ല എന്നുള്ളത് ആശങ്കയുടെ വിഷയമാണ്. മനസ്സിലാവുന്നില്ലേ? പിന്നെ പ്രകൃതിയുടെ മറ്റൊരു പ്രകൃതം എന്താണ്? ഈ പ്രകൃതിയുടെ പ്രകൃതം പഠിക്കാനാണ് വിവേകം ഉപയോഗിക്കേണ്ടിയിരുന്നത്. അത് ഉപയോഗിക്കണില്ല. എന്താ പ്രകൃതം? വന്നു ചേരുന്നതൊക്കെ പോവും. വ്യക്തികളുടെ സംയോഗ വിയോഗം തടയാൻ പറ്റില്ല. വസ്തുവകളുടെ ലാഭവും നഷ്ടവും തടയാൻ പറ്റില്ല. ഇതൊക്കെ വിഷയലോകത്തിന്റെ പ്രശ്നമാണ്. ഇനി വിലയിരുത്തലുകളുടെ വിഷയത്തിലും ഒരു സ്ഥിരത നമുക്കില്ല. സുപ്രഭാതത്തിൽ നമ്മൾ വിലയിരുത്തിയതുപോലെ ആവില്ല മധ്യാഹ്നത്തിൽ നമ്മൾ അതേ വിഷയത്തെ നോക്കിക്കണ്ട്. അതിഥികളെ കുറിച്ച് പറയും, 3 ദിവസം മതിയിട്ടോ. കേട്ടില്ലേ? ഇംഗ്ലീഷിൽ അതിഥിയെ ഗസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുക. ഒരതിഥി തീരുമാനിക്കണം, ഓ എന്തൊരു ശ്രദ്ധ, എന്തൊരു പരിചരണം, എന്തൊരു സേവനം, എന്തൊരു ഉത്സാഹം, എന്തൊരു സ്നേഹം. കേട്ടില്ലേ? അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങോട്ട് പറയുകയും ചെയ്യും. എപ്പോഴാ, ഓ ഇത്രയൊക്കെ വേഗത്തിൽ പോണോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ. എന്നാ ശരി, പോണേ ഇല്ല എന്ന് തീരുമാനിച്ചാലോ പിന്നെ ഗസ്റ്റ് എന്നല്ല പറയുക. വളരെ സൗകര്യമായിട്ട് കൊണ്ടു നടന്ന, പക്ഷെ ഇപ്പൊ ഗോസ്റ്റായി എന്ന് പറയാ. റൈറ്റ്? അപ്പൊ നമ്മുടെ വിലയിരുത്തലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വിഷയലോകത്തിന് മാറ്റമുണ്ട്. സ്ഥായിയായൊന്നും നിൽക്കുന്നുമില്ല. ഇത്രയൊക്കെ വസ്തുതകൾ പരിഗണിച്ചാൽ
ആർക്ക് വൈരാഗ്യം വരില്ല എന്ന് ചോദിക്കും. വരണ്ടേ വൈരാഗ്യം എന്ന് ചോദിക്കും. ബുദ്ധദേവൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന അവർ ഉദ്ധരിക്കും. ഈ ലോകത്തില് ജരാനരകളില്ലായിരുന്നെങ്കിൽ, മരണമില്ലായിരുന്നെങ്കിൽ, ദുഃഖങ്ങളില്ലായിരുന്നെങ്കിൽ ആര് ഈ ലോകത്തെ പ്രേമിക്കാതിരിക്കുന്നു ചോദിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ലോകത്തോട് പരമപ്രണയം ഉണ്ടായേനെ. പക്ഷെ ബുദ്ധിമാന്മാർ ഇതൊക്കെ ആലോചിക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിനെ പ്രണയിക്കാൻ തോന്നണില്ല. ന തേഷു രമതേ ബുധ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇത്ര വലിയ പ്രണയം പലതിനോട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ബുദ്ധിമാന്മാർ അതിൽ രമിക്കുന്നില്ല. നമുക്കാണെങ്കിലോ അതിനോട് വലിയ ആസക്തിയും ആവേശവും ഒക്കെയാണ്. അപ്പൊ അടിയന്തരമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ IQ ലെവൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്താ ഒരു ആലോചനയില്ലാതെ ഇങ്ങനെ എന്ന് നമ്മളോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ശ്ലോകം തരുന്ന സന്ദേശം എന്താണ്? ആലോചിക്കൂ, ബുദ്ധിയെ ഉണർത്തി നിർത്തൂ, സ്വാനുഭവങ്ങളെ വിശകലനം ചെയ്യൂ, പഠിക്കാൻ നിർദ്ദിഷ്ടമായ പാഠങ്ങളെ പഠിക്കൂ. തേഷു രമതേ ബുധ. ഇപ്പൊ ബുദ്ധിമാന്മാർക്ക് സ്വാഭാവികമായിട്ടുള്ള വിഷയരതി ഇല്ലായ്മ സാധകർ വിവേക വിചാരം കൊണ്ടും ശാസ്ത്രാധ്യയനം കൊണ്ടും സദ്ഗുരു പ്രസാദം കൊണ്ടും സ്വന്തമാക്കിയാൽ വലിയൊരു കടമ്പ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ പ്രസക്തി. ഇവിടെ ഒരു പ്രശ്നത്തെ പരിഗണിച്ച് പരിഹാരം സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഒരു പ്രഭാഷണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ആംഗലേയ ശൈലി അനുസരിച്ച് എന്തൊക്കെ മനസ്സിലായി, എന്തു തോന്നി എന്നൊക്കെ അന്വേഷിക്കുന്നതിന് ഫീഡ്ബാക്ക് കളക്ഷൻ എന്നാണ് പറയുക. അപ്പൊ സമ്പ്രദായം അറിയുന്നവർ അതിന് പറയുന്നത് ഇതാണ് എൻ്റെ ടേക്ക് ഹോം പോയിന്റ്. പ്രയോഗം അനുസരിച്ച് ഈ ശ്ലോകം പഠിച്ചപ്പോൾ എനിക്ക് ഈ ഒരാശയം വ്യക്തമായി കിട്ടി. ഇതുപോലെ നമ്മുടെ ടേക്ക് ഹോം ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് എന്താ എടുക്കാനുള്ളത്? ബുദ്ധിമാന്മാർ വിവേക വിചാരം കൊണ്ട് വിഷയങ്ങളെ ദുഃഖയോനികളാണ്, ദുഃഖസ്രോതസ്സുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ രമിക്കുന്നില്ല. ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ വിഷയലോകത്തെ സുഖപ്രദായകമെന്ന് വിലയിരുത്തി അതിൽ അഭിരമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്താ പരിഹാരം? സ്വാനുഭവങ്ങളെ വിശകലനം ചെയ്യുക, സത്സംഗങ്ങളെ പ്രയോജനപ്പെടുത്തുക, ശാസ്ത്രാചാര്യ പ്രസാദത്തെ നേടുക. ഇതാണ് പരിഹാരം. ഇപ്പൊ പ്രശ്നരഹിതാവസ്ഥ, പരിഹാരപാത. ഈ പ്രകാരം ഈ ശ്ലോകത്തെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാലോ പിന്നെ പ്രലോഭനങ്ങൾക്കു മുമ്പിൽ നമുക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. ന കമ്പതേ ഞഹ. ഈ ജ്ഞാനനിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പനം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോഴാണ് നചികേതസിന് എന്തൊക്കെയാ വാഗ്ദാനം ചെയ്തത്? യമൻ ആലോചിക്കുകയാണ്, ഇയാൾക്ക് തൃപ്തിയില്ല എന്നാണെങ്കിൽ ഇതും പിടിച്ചോ അതും പിടിച്ചോ, ഇങ്ങനെ ഓഫർ ചെയ്യുക. നിർലോഭം
ഓഫർ ചെയ്യും. പക്ഷേ നചികേതസ് ബുദ്ധിമാനായതുകൊണ്ട് നതേഷു രമത്തെ, അതിൽ രമിക്കുന്നില്ല. എന്താ നചികേതസ് പറഞ്ഞത്? ഹേ യമ മഹാരാജാവേ, അങ്ങ് ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, തരട്ടെ നചികേതസേ? വേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. തവൈവ വാഹാസ്തവ നൃത്യഗീതേ, അങ്ങ് വെച്ചു നീട്ടിയ നൃത്യഗീതങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. എന്താ കാരണം? ശ്വേഭാവ, നാളെ അവയ്ക്കൊന്നും നിലനിൽപ്പില്ല. അപ്പൊ ഞാൻ അതിൽ കുരുങ്ങിപ്പോയാൽ, അത് വാസനയായി സ്വരൂപിതമായാൽ നിത്യദുഃഖിയായിട്ട് പരിണമിക്കും. സർവേന്ദ്രിയാണാം ജരയന്തി തേജ, ഇന്ദ്രിയ തേജസ്സിനെ അത് ഹനിക്കും. അപ്പൊ സർവം ജീവിതം അല്പമേവ, എക്കാലം ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ചത്തുകയും ചെയ്യും. വളരെ വിശദമായിട്ട് വിശകലനം ചെയ്യേണ്ട മന്ത്രമാണ്. ഏതായാലും ആ നചികേതസിൻ്റെ വൈരാഗ്യനിഷ്ഠ വിഷയത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ, വൈരാഗ്യനിഷ്ഠാ പ്രസ്താവന വിഷയലോകത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ നമുക്ക് സാധിക്കും. ഇതാണ് ടേക്ക് ഹോം. കൂടുതൽ വിശദമായി ഭാഷ്യത്തിലൂടെ സംപൂജ്യ സ്വാമിജി നമ്മെ നയിക്കുമ്പോൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. ഹരി ഓം.